Hello dear students. So we'll continue with quantum chemistry. So we had been discussing applications of quantum mechanics to simple systems. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് പാർട്ടിലോട്ട് വരുവാണ്. അതിലെ ലാസ്റ്റ് പാർട്ടാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ടു സിമ്പിൾ സിസ്റ്റത്തിലെ ലാസ്റ്റ് പാർട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ടണലിംഗ് എന്ന് നമുക്ക് നോക്കാം. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ, ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എൻകൗണ്ടറിങ് എ ബാരിയർ. ഒരു ബാരിയർ അത് എൻകൗണ്ടർ ചെയ്യണം. അപ്പം ഇതെന്താണ്? ഇതിപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ എൻകൗണ്ടറിങ് എ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ, വൺ സിംഗിൾ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ദിസ് ബാരിയർ ഹാസ് എ തിക്നെസ് ഓഫ് എൽ, അതായത് ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. അപ്പോൾ ഇത്രയും തിക്നെസ് ഉള്ള ഒരു ബാരിയറിനെ ഇത് എൻകൗണ്ടർ ചെയ്യുകയാണ്. എന്നിട്ട് അതിന് എക്സ് ഡയറക്ഷനിൽ ഇനിയും മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് റീജിയൻ 1ൽ നമുക്കുള്ളത് പാർട്ടിക്കിൾ എൻകൗണ്ടറിങ് എ സിംഗിൾ പൊട്ടൻഷ്യൽ ബാരിയർ. ഇനി റീജിയൻ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ കേസ്, പിന്നെ നമ്മുടെ നോർമൽ കേസാണ് റീജിയൻ 3. അങ്ങനെ ഇത് മൂന്ന് കേസിൻ്റെയും, നമ്മൾ ഇതുവരെ പഠിച്ച 3 കേസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് എൻകൗണ്ടറിങ് എ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ. നമ്മൾ അന്നേരം കണ്ടായിരുന്നു ഇറ്റ് ഹാസ് സം പ്രോബബിലിറ്റി ഓഫ് ക്രോസിംഗ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. എന്നിട്ട് അത് ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ it is encountering the particle is encountering 2 potential barrier. എന്തുകൊണ്ടാണ്? ഇതിന് വേണമെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാം അല്ലേ? റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കണം. ഇനി റിഫ്ലക്റ്റ് ചെയ്യാതെ അതിന് വീണ്ടും ആ പൊട്ടൻഷ്യൽ എനർജി ബാരിയറിനെ ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ബാരിയറിനെ ആദ്യം അത് റീജിയൻ 1ൽ ഒരു ബാരിയറിനെ എൻകൗണ്ടർ ചെയ്തു, റീജിയൻ 2ൽ 2 ബാരിയറിനെ എൻകൗണ്ടർ ചെയ്തു. അതും കഴിഞ്ഞ് റീജിയൻ 3ലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് quantum mechanical tunneling, even though the energy of the particle is less than the potential barrier. ഇത് രണ്ടും പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് ആണ് വിത്ത് എ ഡെഫിനിറ്റ് പൊട്ടൻഷ്യൽ. ഈ ഏരിയയിൽ പൊട്ടൻഷ്യൽ ഈസ് 0. അങ്ങനെയുള്ളൊരു ഏരിയയിലുള്ള പാർട്ടിക്കിൾ അതിൻ്റെ എനർജി പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാൾ കുറവാണ്, എന്നിട്ടും ഇറ്റ് ഈസ് മൂവിങ് അക്രോസ് ദ ബാരിയർ ആൻഡ് റീച്ചിങ് ദ അതർ സൈഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ടണലിംഗ്, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റേറ്റീവ് ഐഡിയ നമുക്ക് മതി, നമുക്ക് ഡെറിവേഷൻസ് ഒന്നും തന്നെ വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എഴുതാം. ഫോർ റീജിയൻ 1 ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം? ഡോ സ്ക്വയർഡ് psi 1 എന്ന് കൊടുക്കാം. ഡോ സ്ക്വയർഡ് psi 1 ബൈ ഡോ എക്സ് സ്ക്വയർഡ് പ്ലസ് 8 phi സ്ക്വയർഡ് എം. ഈ മൈനസ് വി 0 ആണ്. അപ്പോൾ എം ഇ ബൈ എച്ച് സ്ക്വയർഡ് ഇൻറ്റു psi 1 ഈസ് ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡോ സ്ക്വയർഡ് psi 1 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് k1 സ്ക്വയർഡ് psi 1 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് റീജിയൻ 2ൻ്റെ കേസാണ്. റീജിയൻ 2ൻ്റെ കേസിൽ നമ്മളെങ്ങനെയാണ് പറയുക? റീജിയൻ 2ൻ്റെ കേസിൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാവുന്നത് ഡോ സ്ക്വയർഡ് psi 2 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 phi സ്ക്വയർഡ് എം ഇൻറ്റു ഈ മൈനസ് വി ആണ്. പക്ഷേ ഈ വിയേക്കാൾ കുറവായതുകൊണ്ട് നമുക്ക് അതിന് മൈനസ് പുറത്തെടുക്കാം. ഇൻറ്റു ഈ വി മൈനസ് ഇ ബൈ എച്ച് സ്ക്വയർഡ് ഇൻറ്റു psi 2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ എഴുതാം. ഡോ സ്ക്വയർഡ് psi 1 ബൈ ഇവിടെ psi 2 ആണ്. ഡോ സ്ക്വയർഡ് psi 2 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് k2 സ്ക്വയർഡ് psi 2 അല്ലേ, മൈനസ് ആണ്, മൈനസ് k2 സ്ക്വയർഡ് psi 2 ഈസ് ഈക്വൽ ടു 0. ഇനി റീജിയൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റീജിയൻ 3യിലെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർഡ് സൈ 2 ബൈ ഡോ എക്സ് സ്ക്വയർഡ് പ്ലസ് 8 സൈ 3 ആണ് 8 പൈ സ്ക്വയർഡ് എം, അവിടെ വി പൊട്ടൻഷ്യൽ 0 ആണ്, ഇ ബൈ എച്ച് സ്ക്വയർഡ് ഇൻറ്റു സൈ 3 ഈക്വൽ ടു 0. നമുക്കിതിനെയും ഡോ സ്ക്വയർഡ് സൈ 2 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ 3 സ്ക്വയർഡ് സൈ 3 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം. ഇതിനെല്ലാത്തിനും കറസ്പോണ്ടിങ് സൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് കേസിലെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സൈ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും? സൈ 1 ഈസ് ഈക്വൽ ടു എ സൈൻ k1x പ്ലസ് ബി കോസ് k1x അല്ലേ, എ സൈൻ k1x പ്ലസ് ബി കോസ് k1x എന്നാണ് നമുക്ക് സൈ 1 എന്ന് പറയുന്നത് കിട്ടുന്നത്. അത് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതിയാൽ നമുക്ക് കിട്ടും എ ഇ റേസ് ടു ഐ k1x പ്ലസ് ബി കോസ് ഇ റേസ് ടു മൈനസ് ഐ k1x. ഓക്കെ, ഇനി സൈ 2ൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു k2x പ്ലസ് ഡി ഇ റേസ് ടു മൈനസ് k2x എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സൈ 3 എന്ന് പറയുന്നതിന് നമുക്ക് ഇസ് ഈക്വൽ ടു, അത് സൈ 1 റീജിയനോട് സിമിലർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കോൺസ്റ്റൻസ് എ ഡാഷ് എന്ന് കൊടുക്കാം. എ ഡാഷ് ഇ റേസ് ടു ഐ k3x പ്ലസ് ബി ഡാഷ് ഇ റേസ് ടു മൈനസ് ഐ k3x എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻസും അതിൻ്റെ സൊല്യൂഷൻസും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ക്വാളിറ്റേറ്റീവ് ഐഡിയ എന്നാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് ഒരു ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ്, ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ്. ആൻഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മൾ നേരത്തെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കണ്ടിട്ടുണ്ട്, അതുപോലെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് a dash modulus of a dash square divided by modulus of a square എന്നാണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഡെഫിനിഷൻ. modulus of a dash square divided by modulus of a square. ഇതിൻ്റെ വാല്യൂ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത്, ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് 16 k1 സ്ക്വയർഡ് k2 സ്ക്വയർഡ് ഇ റേസ് ടു മൈനസ് 2 k2l ഡിവൈഡഡ് ബൈ k1 സ്ക്വയർ പ്ലസ് k2 സ്ക്വയർഡ് ദ ഹോൾ സ്ക്വയർഡ് എന്നാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ k1ൻ്റെ വാല്യൂവും k2ൻ്റെ വാല്യൂവും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 16e ഇൻറ്റു വി മൈനസ് ഇ ഡിവൈഡഡ് ബൈ വി സ്ക്വയർഡ് ഇ റേസ് ടു മൈനസ് 2, ആ k2ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എഴുതാം, 8 പൈ സ്ക്വയർഡ് എം ഇൻറ്റു വി മൈനസ് ഇ ബൈ എച്ച് സ്ക്വയർഡ് റേസ് ടു ഹാഫ് ഇൻറ്റു എൽ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ expression for the transmission coefficient which is denoted by the symbol T. Okay, ഈ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ what are the variables that affect transmission coefficient? അപ്പോൾ നമുക്ക് E ഉണ്ട്, V ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, L ഉണ്ട്, പിന്നെ M. അപ്പം എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം ഇത്രയും ഫാക്ടേഴ്സാണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. വെൻ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസ്, പാർട്ടിക്കിളിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം, ടണലിംഗ് ഇൻക്രീസ്
ചെയ്യും. അത് എങ്ങനെ നമുക്ക് ഈക്വേഷനിൽ നിന്ന് മനസ്സിലാവും? ഇവിടെ നോക്കിയേ, ഇവിടെ EV മൈനസ് ഇ സ്ക്വയർഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ EV മൈനസ് ഇ സ്ക്വയർഡ്, അപ്പോൾ രണ്ട് ഈ ടേമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടണലിംഗ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ഹൈറ്റാണ് വി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസസ്, ഇവിടെ വി സ്ക്വയേർഡ് ആണ്, ഡിനോമിനേറ്ററിലാണ് വി സ്ക്വയേർഡ് വരുന്നത്. അപ്പോൾ വി സ്ക്വയേർഡ് ഇൻക്രീസ് ചെയ്യുമ്പം ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റിന് എന്ത് സംഭവിക്കും? ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ഒബ്വിയസ്ലി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആസ് വി ഇൻക്രീസസ്, പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ഇൻക്രീസ് ചെയ്യുമ്പം ടണലിംഗ് കുറയും, ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ഡിക്രീസ് ചെയ്യും. ഇനി വാട്ട് ഈസ് എൽ? എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ബാരിയർ, അല്ലേ? ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. x=0 to x=L ആണ്. അതെന്ന് പറഞ്ഞാൽ ബാരിയറിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ വെൻ തിക്നെസ് ഓഫ് ദ ബാരിയർ ഇൻക്രീസസ്, എൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ e⁻⁻L എന്നാണ് നമ്മുടെ ടേം, അല്ലേ? എക്സ്പൊണൻഷ്യലി ആണ് ഈ എല്ലിൻ്റെ ടേം ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പൊണൻഷ്യലി എല്ലിൻ്റെ ടേം, എക്സ്പൊണൻഷ്യലി മൈനസ് എൽ എന്ന് പറഞ്ഞാൽ 1/e⁻L, അതായത് ഈ e⁻L എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എക്സ്പൊണൻഷ്യലി കുറയും. എക്സ്പൊണൻഷ്യലി അത് താഴെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ, തിക്നെസ് ഓഫ് ദ ബാരിയർ ഇൻക്രീസ് ചെയ്യുമ്പം ടണലിംഗ് കുറയും, അതേപോലെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് കുറയുകയും ചെയ്യും. ഇനി വാട്ട് അബൌട്ട് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ? നമുക്കറിയാം ഇതും മാസ് ഓഫ് ദ പാർട്ടിക്കിളും എല്ലിനെ പോലെ തന്നെ എക്സ്പൊണൻഷ്യലാണ്, നെഗറ്റീവ് എക്സ്പൊണൻഷ്യലാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കുറയുക തന്നെ ചെയ്യും. മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ കുറയുക തന്നെ ചെയ്യും. അപ്പോൾ ഏറ്റവും ചെറിയ മാസമുള്ള പാർട്ടിക്കിളിനാണ് ടണലിംഗ് കാണിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ടണലിംഗ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം റിയാൽമിൽ വരുന്ന മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് മാത്രമേ ടണലിംഗ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് കൂടും. അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച്, അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്മിഷൻ കൂടും. ഇനി ബാരിയറിനെ സംബന്ധിച്ച് ബാരിയറിൻ്റെ ഹൈറ്റ് കൂടുമ്പോഴും ലെങ്ത് കൂടുമ്പോഴും, ഹൈറ്റും ലെങ്ത്തും കൂടുമ്പോൾ ട്രാൻസ്മിഷൻ കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു റിസൾട്ടാണിത്. ഒരു പാർട്ടിക്കിള് അതിൻ്റെ എനർജിയേക്കാൾ കൂടുതലുള്ളൊരു ബാരിയർ വരുമ്പോഴും ആ പാർട്ടിക്കിളിനെ, ആ ബാരിയറിനെ പെനെട്രേറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് വരാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ ബാരിയർ അല്ല, ഒരു ഡെഫിനിറ്റ് തിക്നെസ് ഉള്ള ഒരു ബാരിയറിനെ പെനെട്രേറ്റ് ചെയ്ത് അതിലൂടെ ഒരു ടണൽ ഉണ്ടാക്കി അതിന് പുറത്ത് വരാനുള്ള കപ്പാസിറ്റി ഉണ്ട് മാക്രോസ്കോപ്പിക് വേൾഡിൽ, ഇത് മൈക്രോസ്കോപ്പിക് വേൾഡിലുള്ള പാർട്ടിക്കിളിന്. മൈക്രോസ്കോപ്പിക് റീജിയനിലുള്ള ഒരു പാർട്ടിക്കിളിന് ഈവൻ ദോ ഇറ്റ് ഹാസ് ആൻ എനർജി വിച്ച് ഈസ് ലോവർ ദാൻ ദ എനർജി ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് എ ഡെഫിനിറ്റ് തിക്നെസ്, ഇറ്റ് ഈസ് ഏബിൾ ടു പെനെട്രേറ്റ് ത്രൂ ദ ബാരിയർ, creating a tunnel and reach the other side. ഇത് നമുക്ക് മാക്രോസ്കോപ്പിക് വേൾഡിൽ കാണാനേ പറ്റില്ല. നമ്മൾ കാണുന്ന വേൾഡിൽ ദിസ് ഇസ് നോട്ട് പോസിബിൾ, ബട്ട് ദിസ് ഇസ് പോസിബിൾ ഇൻ ദ മൈക്രോസ്കോപ്പിക് വേൾഡ്.